ഹലോ, വെൽക്കം ടു റീനസ് അക്കാഡമി. കഴിഞ്ഞ വീഡിയോയുടെ കണ്ടിന്യൂഷൻ തന്നെയാണ് ഈ വീഡിയോ. കഴിഞ്ഞ വീഡിയോ വന്നതിന് ശേഷം ഒരുപാട് പേര് ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ലൈറ്റ് റൂം ക്ലാസിക്കിനകത്ത് എങ്ങനെ റോ ഇമേജ് പ്രോസസ്സ് ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചും, അതുപോലെ തന്നെ ഒരു അണ്ടർ ആയിട്ടുള്ള ഇമേജിനെ എങ്ങനെ നമ്മൾ പൊക്കി കൊണ്ടുവരിക, നല്ല രീതിയിൽ എഡിറ്റ് ചെയ്യുക എന്നുള്ളതും ഒരു എൻറ്റയർ വർക്ക് ഫ്ലോ കാണിക്കോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതെല്ലാം കൂടെ ചേർത്തിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ പ്രസന്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക്. ഞാൻ തന്നെ ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരു ഇമേജ് ആണ്. ഞാൻ ഹൈലൈറ്റിനെ ഫേവർ ചെയ്തിട്ടാണ് ഈ ഇമേജ് ഷൂട്ട് ചെയ്തത്. ഹൈലൈറ്റ് പോവാത്ത രീതിയിൽ നമുക്ക് ഈ ഇമേജിനെ ക്യാപ്ചർ ചെയ്യാം. അതുപോലെ തന്നെ എങ്ങനെ ഈ ഇമേജിനെ എഡിറ്റ് ചെയ്യുക എന്നുള്ളത് കാണിക്കാനും കൂടെ ഉദ്ദേശിച്ചിട്ടുള്ള ഷൂട്ട് ചെയ്ത ഒരു ഇമേജ് ആണ്. ക്യാമറ എന്ന് പറയുന്നത് സോണിയുടെ 7M4 ആണ്. ലെൻസ് 2470 ആർട്ട് സീരീസ് ലെൻസ് 2.8 ലെൻസ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇതിന് ഉപയോഗിച്ചിട്ടുള്ള ISO 200 ആണ്. ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ലൈറ്റ് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ISO കൂട്ടാമായിരുന്നു. ബട്ട് ഞാൻ അങ്ങനെ തന്നെ പർപ്പസ്ഫുള്ളി ഷൂട്ട് ചെയ്തതാണ്. ആൻഡ് 2.8 70mm ഷൂട്ട് ചെയ്തിട്ടുള്ളത്. ഷട്ടർ എന്ന് പറയുന്നത് 1/250 ആണ് ഷട്ടർ യൂസ് ചെയ്തിട്ടുള്ളത്. ഇതൊക്കെ കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലൈറ്റ് കറക്റ്റ് ആവുമെന്ന് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ഇനി ഡെവലപ്പ് മൊഡ്യൂളിലേക്ക് വരുന്നു. ക്യാമറ റോ മുമ്പ് ഉപയോഗിച്ചിരുന്നവർക്ക് പരിചിതമായിട്ടുള്ള ഇന്റർഫേസ് ആയിരിക്കും ഇത്. ബേസിക് പാനൽ, ടോൺ കർവ് പാനൽ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള രീതിയിൽ പുതിയ ക്യാമറ റോക്കകത്ത് ഈ ബേസിക് പാനലിനെ സ്പ്ലിറ്റ് ചെയ്ത് 3 ആക്കിയിട്ടുണ്ട്. ലൈറ്റ്, കളർ ആൻഡ് എഫക്റ്റ് എന്നുള്ള രീതിയിൽ സ്പ്ലിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പ്രൊഫൈൽ പാനലൊക്കെ മുകളിലായിട്ടാണ് വരുന്നത്. എഡിറ്റ് ഓപ്ഷൻസ്, ഓട്ടോ, ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻസ് ഒക്കെ ഈ പാനലിനെല്ലാം മുകളിലാണ് ക്യാമറ റോയിൽ കിടക്കുന്നത്. ഇന്റർഫേസുകൾ തമ്മിലുള്ള വ്യത്യാസം ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. ഇനി നമുക്ക് നേരെ എഡിറ്റിലേക്ക് പോകാം. റോ ഇമേജ് ആണ്. ഇതിനകത്ത് എന്താണുള്ളത് കാണാൻ പോലും പറ്റുന്നില്ല. ആദ്യം നമുക്ക് ഇതിന്റെ എക്സ്പോഷർ ഒന്ന് കൂട്ടി വെക്കാം. ഓക്കെ, എക്സ്പോഷർ അത്യാവശ്യം കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇമേജിനകത്തുള്ള ബാക്കി ഡീറ്റെയിൽസ് എല്ലാം കാണാൻ പറ്റുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഫസ്റ്റ് പ്രൊഫൈൽ കറക്ഷൻ ആണ്. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ പ്രൊഫൈൽ കറക്ഷൻ ആണ്. ആ വീഡിയോ കാണാത്തവർ അതൊന്ന് കണ്ടിട്ട് വന്നോളൂ. ഡിസ്ക്രിപ്ഷനിലും ഇവിടെ ഐയിലും ഞാനിത് കൊടുത്തിട്ടുണ്ട്, അത് നോക്കാം കേട്ടോ. പ്രൊഫൈൽ കറക്ഷൻ ചെയ്യാനായിട്ട് പ്രൊഫൈൽ ബ്രൗസറിൽ ക്ലിക്ക് ചെയ്യുക. ആൻഡ് ക്യാമറ മാച്ചിങ്ങിനകത്ത് ഇമേജിന് ആപ്റ്റ് ആയിട്ടുള്ള പ്രൊഫൈൽ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇത് ഞാൻ ഓൾറെഡി എൻ്റെ ക്യാമറ സെറ്റ് ചെയ്ത് വെച്ചതാണ്. ഡീഫോൾട്ട് സെറ്റിംഗ് ആയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ക്യാമറ ST ആണ് ഇവിടെ സെലക്ട് ചെയ്തിട്ടുള്ളത്. പ്രൊഫൈൽ ഓക്കെ ആണ്. രണ്ടാമത്തെ കറക്ഷൻ എന്ന് പറയുന്നത് ലെൻസ് കറക്ഷൻ ആണ്. ലെൻസ് കറക്ഷൻ ചെയ്യാനായിട്ട് പ്രൊഫൈലിൽ വന്നു കഴിഞ്ഞാൽ 2 ടിക്ക് ഓപ്ഷൻ, റിമൂവ് ക്രോമാറ്റിക് അബ്രിയേഷൻ ആൻഡ് എനേബിൾ പ്രൊഫൈൽ കറക്ഷൻ, ഇത് രണ്ടും ടിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ലെൻസിന്റെ ഡിസ്ട്രോഷൻ പ്രോബ്ലങ്ങൾ കറക്റ്റ് ആവും. അതുപോലെ തന്നെ ഫ്രിഞ്ചിങ് ഉണ്ടെങ്കിൽ അതും കറക്റ്റ് ആയിക്കോളും. മൂന്നാമത്തെയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറക്ഷൻ ആണ് നോയ്സ് റിഡക്ഷൻ. ആക്ച്വലി ഈ ഇമേജിനകത്ത് അതിന് മാത്രം നോയ്സ് ഒന്നും ഇല്ല. ഇതാണ് ISO കുറച്ച് കഴിഞ്ഞുള്ള അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഡിപ്പെൻസ് അപ്പോൺ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഷൂട്ട് ചെയ്യാം. ഓക്കെ, ഇത് എഡിറ്റ് ചെയ്താൽ നന്നാവുന്ന എനിക്ക് കോൺഫിഡൻസ് ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഷൂട്ട് ചെയ്തത്. ബട്ട് മേ ബി നിങ്ങൾക്ക് അങ്ങനെ അല്ലെങ്കിൽ അങ്ങനെ ഷൂട്ട് ചെയ്യരുത്. എനിവേ, മൂന്നാമത്തെ കറക്ഷൻ ആണ് ഡീറ്റെയിൽ കറക്ഷൻ. ഇവിടെ ഡീറ്റെയിൽ ചെയ്യാനായിട്ട് നമുക്ക് മാനുവൽ ഓപ്ഷൻ ഉണ്ട്. ബട്ട് ഞാൻ അത് യൂസ് ചെയ്യുന്നില്ല. AI ഓപ്ഷൻ ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്, ഡി നോയ്സ്. സോ ഡി നോയ്സിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള എക്സ്പോഷർ ഒന്നും ഇതിനകത്ത് ബാധിക്കുന്നില്ല കേട്ടോ. അതൊക്കെ നമുക്ക് വേണമെങ്കിൽ റീസെറ്റ് ചെയ്യാം. ഡി നോയ്സ് കൊടുക്കുന്നു. ഇമേജിൽ അതിന് മാത്രം നോയ്സ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാനൊരു 50 ബിലോ ആണ് നോയ്സ് റിഡക്ഷൻ കൊടുക്കുന്നത്. ഇപ്പോൾ ഡീറ്റെയിൽ റീറ്റെയിൻ ചെയ്തിട്ട് തന്നെ നോയ്സ് റിഡക്ഷൻ കറക്റ്റ് ആയിക്കോളും. ഇമേജിലെ നോയ്സിനനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡി നോയ്സ് അഡ്ജസ്റ്റ് ചെയ്യാം. എൻഹാൻസ് കൊടുക്കുന്നു. എൻഹാൻസ് പ്രോസസ് ചെയ്യാൻ കുറച്ച് സമയം എടുക്കും. ഇത് എൻഹാൻസ് പ്രോസസ്സ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ മറ്റൊരു ഇമേജ് ആയിട്ടാണ് നമുക്കിത് കിട്ടുന്നത്. ഇപ്പൊ നമുക്ക് കിട്ടിയിട്ടുള്ളത് ഒരു DNG ഫയലാണ്. ഇത് നമ്മുടെ റോ ഫയൽ ആൻഡ് ഇത് നമ്മുടെ DNG ഫയൽ വ്യത്യാസം ഇവിടെ കാണാം കേട്ടോ. ഇനി നമുക്ക് അടുത്തതായിട്ട് ഇനി വർക്ക് ഫ്ലോയിലെ സെറ്റിംഗ്സ് ആണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. ബേസിക് പാനലിൽ വന്ന് അത്യാവശ്യം വേണ്ട ബേസിക് കറക്ഷൻസ് ചെയ്യണം. അതിന് ആദ്യം നമ്മൾ ചെയ്യേണ്ടത്, അങ്ങനെ ആദ്യം ചെയ്യുക അവസാനം ചെയ്യാനൊന്നുമില്ല, എന്നാലും ഏറ്റവും നല്ലത്, ഉത്തമം എന്ന് പറയുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ഇമേജിനകത്തുള്ള വൈറ്റ് ബാലൻസ് ചെയ്യുക എന്നുള്ളതാണ്. നമുക്കിപ്പോൾ ഫസ്റ്റ് ചെയ്യേണ്ടി വന്നത് എക്സ്പോഷർ ആണ്. ഇമേജിനകത്ത് ഡാറ്റ കാണുന്നുണ്ടായിരുന്നില്ല. സോ ഡെഫിനറ്റ്ലി എക്സ്പോഷർ ചെയ്യണമായിരുന്നു. അപ്പോൾ നമ്മൾ ആദ്യം അതാണ് ചെയ്തത്. അപ്പോൾ ഫസ്റ്റ് തന്നെ ലൈറ്റ് കറക്ഷൻ ചെയ്യണം, കളർ കറക്ഷൻ ചെയ്യണം, അങ്ങനെ ഒന്നുമില്ല. എനിവേ, വൈറ്റ് ബാലൻസ് ചെയ്യാനായിട്ട് ഞാൻ വൈറ്റ് ബാലൻസ് സെലക്ടർ ടൂൾ എടുത്ത് ഇമേജിനകത്തുള്ള കളർ ന്യൂട്രൽ ഏരിയക്കകത്ത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു. ന്യൂട്രൽ കളർ ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ വൈറ്റ്, ബ്ലാക്ക്, ഗ്രേ. ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ആണ്. സോ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഇത് കൊണ്ടുവെക്കുമ്പോൾ തന്നെ ഇതിനുള്ള റിസൾട്ട് നാവിഗേറ്ററിൽ അവൈലബിൾ ആയിരിക്കും. ഓക്കെ, സോ ഞാൻ അതിൽ ക്ലിക്ക് ചെയ്ത് അതിൻ്റെ വൈറ്റ് ബാലൻസ് കറക്റ്റ് ചെയ്തിട്ടുണ്ട്. വൈറ്റ് ബാലൻസ് കറക്റ്റ് ചെയ്തതിന് ശേഷം വൈറ്റ് ബാലൻസ് സെലക്ടർ ടൂൾ തിരിച്ച് അവിടെ തന്നെ കൊണ്ടുപോയി വെക്കണം. ഇല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് വൈറ്റ് ബാലൻസ് റീസെറ്റ് ആവും. ഓക്കെ, ഇപ്പോൾ വൈറ്റ് ബാലൻസ് ഓക്കെ ആണ്. ഇനി വേണമെങ്കിൽ നമുക്ക് മാനുവലായിട്ട്
ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ് ചെയ്തേക്കാം. റോ ഇമേജിലായതുകൊണ്ട് തന്നെ നമ്മളെ ഷെയ്ഡഡ് ഏരിയയിൽ ഷാഡോ റീജിയൻസിൽ കുറച്ച് ഗ്രീൻസ് കയറി കിടക്കുന്നുണ്ട്. അവൈലബിൾ ലൈറ്റിൽ ഷൂട്ട് ചെയ്തതാണ്. വേറെ ലൈറ്റ് മോഡിഫയേഴ്സോ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ലൈറ്റോ ഒന്നും ഉപയോഗിച്ചിട്ടില്ല. പോരാത്തതിന് ഇത് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് മഴ പെയ്ത് തോർന്ന ഒരു ഈവനിങ്ങിലാണ് ഞാൻ ഷൂട്ട് ചെയ്യുന്നത്. നല്ല ക്ലൗഡി ആയിരുന്നു. അതിൻ്റെതായിട്ടുള്ള ഡിഫിക്കൽട്ടീസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഷെയ്ഡഡ് ഏരിയയിൽ ഈ ഗ്രീനിഷ് കളയാനായിട്ട് നമുക്ക് കാലിബ്രേഷനകത്ത് വന്നു കഴിഞ്ഞാൽ ഷാഡോ ടിൻറ്റ് ഒഴിവാക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. സോ ഇവിടെ വെച്ചിട്ട് ഞാൻ ഷാഡോ ടിൻറ്റിനെ ജസ്റ്റ് ഒന്ന് കുറയ്ക്കുന്നു. ഓവറായിട്ട് ചെയ്യുന്നില്ല, വളരെ ലൈറ്റായിട്ട് ചെയ്യുന്നു. സോ അതിനെ ബാലൻസ് ചെയ്തിട്ട് നമുക്ക് മുകളിൽ അഡ്ജസ്റ്റ് ചെയ്ത ടിൻറ്റ് ഒന്ന് അഡ്ജസ്റ്റും കൂടെ ചെയ്യണം. ഓവറോൾ ഗ്ലോബൽ ടിൻറ്റിനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യും. സോ ഇപ്പോൾ വൈറ്റ് ബാലൻസ് സെറ്റായി. നമ്മൾ നേരത്തെ ഇൻക്രീസ് ചെയ്ത എക്സ്പോഷർ ഓക്കെ ആണ്, ഓൾമോസ്റ്റ് ഓക്കെ ആണ്. ദെൻ ഹൈലൈറ്റിനെ കുറച്ച് ഡൗൺ ചെയ്യണം. ഹൈലൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഹൈലൈറ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഈ സൂം ലെവലിനെ ഒന്ന് കറക്റ്റ് ചെയ്യണം കേട്ടോ. എല്ലാം കാണാൻ പറ്റുന്ന രീതിയിൽ ഒരു 33% സൈസിലേക്ക് ഇത് മാറ്റാം. ഇനി നമുക്ക് ഈ പാനൽ ആവശ്യമില്ല, അതുകൊണ്ട് തന്നെ ഇതിനെ തൽക്കാലത്തേക്ക് നമുക്ക് ഹൈഡ് ചെയ്ത് വെക്കാം. ഗ്ലോബലായിട്ട് നമുക്ക് ഈ ഇമേജിനകത്ത് കൂടുതലായിട്ട് അഡ്ജസ്റ്റ്മെന്റ്സുകളൊന്നും ചെയ്യാനില്ല. ഞാൻ ജസ്റ്റ് ഒരു ഡാർക്സ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇമേജിനകത്ത് ഓവറോൾ ഡാർക്ക്നെസ്സിനെ അത് കൺട്രോൾ ചെയ്തോളും. അതുപോലെ തന്നെ ഡീഹേസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഇമേജിനൊരു ടോട്ടൽ മോൾഡിങ് കൂടെ ക്രിയേറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. ഇനി ലോക്കൽ അഡ്ജസ്റ്റ്മെന്റ് ആണ് ചെയ്യാനുള്ളത്, ദാറ്റ് ഇസ് മാസ്കിംഗ്. മാസ്കിംഗ് ചെയ്യാനായിട്ട് ഞാൻ മാസ്ക് പാനലിൽ ക്ലിക്ക് ചെയ്യുന്നു, ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്യുന്നു. ഇവിടെ ബാക്ക്ഗ്രൗണ്ടിനകത്ത് നല്ല ബ്രൈറ്റ് ആണ് നമ്മളിത് അഡ്ജസ്റ്റ് ചെയ്തപ്പോൾ. ഇവിടെ ബാക്ക്ഗ്രൗണ്ടിൽ കുറച്ച് ഭാഗം സെലക്ട് ആയിട്ടില്ല. അപ്പോൾ ഈ ഭാഗം നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യണം. സെലക്ഷൻ ആഡ് ചെയ്യാനായിട്ട് ആഡ് സെലക്ഷൻ എടുത്തു, ഞാൻ ഒബ്ജക്ട് സെലക്ഷൻ ടൂൾ എടുത്തു. ഈ ഒരു ഭാഗം നമ്മുടെ സെലക്ഷനിലേക്ക് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. കോൺട്രാസ്റ്റ് മുഴുവനായിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഷാഡോസും ഓൾമോസ്റ്റ് കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇമേജിനകത്ത് ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ഡെപ്ത് ക്രിയേറ്റ് ആവും. ആൻഡ് എക്സ്പോഷർ കുറച്ച് വയ്ക്കുന്നു, ഹൈലൈറ്റും കുറച്ച് വയ്ക്കുന്നു. ഹൈലൈറ്റും എക്സ്പോഷറും കുറയ്ക്കുന്ന സമയത്ത് നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ മിസ്സായി പോയ സ്കൈ എല്ലാം റീറ്റെയിൻ ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഈ സ്കൈ പോകാതിരിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഹൈലൈറ്റിനെ ഫേവർ ചെയ്ത് ഷൂട്ട് ചെയ്തത് തന്നെ. നിങ്ങൾക്ക് ഇൻ ഡീറ്റെയിൽഡ് ആയിട്ട് ചെയ്യണമെങ്കിൽ ഇവിടെ കർവ് അഡ്ജസ്റ്റ്മെന്റ് അത് ഉപയോഗിച്ച് വേണമെങ്കിൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഒന്നുകൂടെ ചെയ്യാം. സബ്ജക്റ്റ് മാസ്ക് ക്രിയേറ്റ് ചെയ്യാം. ക്രിയേറ്റ് ന്യൂ മാസ്ക് സബ്ജക്റ്റ്. ഇവിടെ നേരത്തെ നമ്മൾ സെലക്ട് ചെയ്ത് ആഡ് ചെയ്ത ഭാഗം സബ്ജക്റ്റിന്റെ ഭാഗമായിട്ട് തന്നെ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ കുറച്ച് ഭാഗം കൂടെ സബ്ജക്റ്റിന്റെ ഭാഗമായിട്ട് സെലക്ട് ചെയ്തിട്ടുണ്ട്. ബട്ട് അത് നമുക്ക് മാറ്റർ അല്ല. ഇനി എനിക്ക് ഈ ഒരു ഭാഗം കുറച്ചുകൂടെ ബ്രൈറ്റൻ ആണ്, അത് ഒന്ന് കുറയ്ക്കണം. സോ അതിനുവേണ്ടി ഞാൻ ഇന്റർസെക്റ്റ് മാസ്കും കൂടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ആൾട്ട് പ്രസ് ചെയ്ത് ഇന്റർസെക്റ്റ് മാസ്ക്. ഈ ഇന്റർസെക്റ്റ് മാസ്ക് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സെലക്ട് ചെയ്ത ഒരു ഏരിയക്ക് അകത്ത് നിന്ന് തന്നെ മറ്റൊരു സെലക്ഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സെലക്ട് ചെയ്തതിൽ ഒരു സ്പെസിഫിക് പോർഷൻ മാത്രം എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇന്റർസെക്റ്റ് സെലക്ഷൻ ചെയ്യുന്നത്. സോ അത് ഉപയോഗിച്ച് ഞാൻ ആ ഭാഗത്തെ ഹൈലൈറ്റിനെ ഒന്ന് കൺട്രോൾ ചെയ്യുന്നുണ്ട്. ഇവിടെ അല്പം ഹൈലൈറ്റ് ഓവർ ആയിരുന്നു ഈ ഭാഗങ്ങൾ. സോ അതുകൊണ്ട് അതൊന്ന് കറക്റ്റ് ചെയ്തു. സെലക്ട് പീപ്പിൾ ഉപയോഗിച്ച് സ്കിന്ന്, ബോഡി സ്കിന്നും ഫേഷ്യൽ സ്കിന്നും സെലക്ട് ചെയ്ത് ക്രിയേറ്റ് ന്യൂ മാസ്ക്. ഇതിനകത്ത് നിന്ന് കുറച്ച് ഷാഡോസും കൂടെ കളയുന്നുണ്ട്. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഒരു കാര്യം ശ്രദ്ധിക്കണം, ലിപ്പ് ആൻഡ് ഐസ് കറക്റ്റ് ആണോ എന്നുള്ള കാര്യം ഒന്ന് ക്ലോസ് ചെക്ക് ചെയ്യുന്നത് നന്നായിരിക്കും. അഗെയിൻ ഞാനൊരു സബ്ജക്റ്റ് മാസ്ക് ക്രിയേറ്റ് ചെയ്യുന്നത്. സെലക്ട് സബ്ജക്റ്റ്, ഓൾട്ട് പ്രസ് ചെയ്ത് ഇന്റർസെക്റ്റ് മാസ്ക്, റേഡിയൽ ഗ്രേഡിയന്റ്, ഇവിടെ ഷാഡോസ്. അപ്പോൾ ലിപ്പിന്റെ ആ ഭാഗത്ത് പ്രശ്നം സോൾവ് ആയി. ദ ബിഫോർ ആൻഡ് ദി ആഫ്റ്റർ. ബാക്ക്ഗ്രൗണ്ടിൽ കുറച്ചും കൂടി ഒരു അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാം. ദാറ്റ് ഇസ് ഒരു ഡീഹേസ് കൊടുക്കാം, ഒരു ജസ്റ്റ് ഒരു പോപ്പിന് വേണ്ടിയിട്ട്. ദാറ്റ്സ് ഓൾ. ഇത്രയാണ് ഒരു ബേസിക് എഡിറ്റ് എന്ന് പറയുന്നത്. ഇനി നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എഡിറ്റുകൾ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇപ്പോൾ നമ്മൾ ലൈറ്റ് റൂമിനകത്തുള്ള എഡിറ്റുകളാണ്, ബേസിക് എഡിറ്റ് ആണ് ചെയ്തത്. ഇനി നമ്മൾ ഫോട്ടോഷോപ്പിലേക്ക് പോയിട്ട് റീടച്ചിങ് ചെയ്യാനുള്ള കാര്യമാണ്. ലൈറ്റ് റൂമിൽ നിന്ന് ഫോട്ടോഷോപ്പിലേക്കുള്ള വർക്ക് ഫ്ലോ, ഇതിന് റൗണ്ട് ട്രിപ്പിംഗ് വർക്ക് ഫ്ലോ എന്ന് പറയും. ഇമേജിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, എഡിറ്റ് ഇൻ ഫോട്ടോഷോപ്പ്. എഡിറ്റ് ഇൻ ഫോട്ടോഷോപ്പിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു സെറ്റിംഗ്സ് നിർബന്ധമായിട്ടും ചെയ്യേണ്ടതുണ്ട്. വിൻഡോസ് യൂസേഴ്സ് ആണെങ്കിൽ എഡിറ്റിനകത്ത് പ്രിഫറൻസസ് ഉണ്ടാവും. ഇവിടെ മാക് യൂസേഴ്സിന് ലൈറ്റ് റൂം ക്ലാസിക് എന്ന് പറയുന്ന ടൈറ്റിലിന്റെ താഴെയായിട്ട് പ്രിഫറൻസസ് കാണാം. ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ലേറ്റസ്റ്റ് വേർഷൻ ഫോട്ടോഷോപ്പ് ആയിരിക്കും സെലക്റ്റഡ് ആയിട്ടുണ്ടാവുക. മേ ബി നിങ്ങൾ ബീറ്റ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതായിരിക്കും ഫസ്റ്റ് ഉണ്ടാവുക. അത് മാറ്റിയിട്ട് 2025 2024 ഏതാണെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഫയൽ ഫോർമാറ്റ് ടിഫോ PS2 ആയിരിക്കും ഉണ്ടാവുക. ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്ത് കൊടുക്കാം. ലെയർ ആയിട്ടുള്ള ഫയൽ ഫോർമാറ്റേ സപ്പോർട്ട് ചെയ്യുള്ളൂ. അതുപോലെ തന്നെ കളർ പ്രൊഫൈൽ നോർമൽ കേസിൽ പ്രോ ഫോട്ടോ RGB ആയിരിക്കും ഉണ്ടാവുക. ഇത് മാറ്റിയിട്ട് നമുക്ക് കൺവീനിയന്റ് ആയിട്ടുള്ള അഡോബ് RGBയോ sRGBയോ സെലക്ട് ചെയ്യാം. ആൻഡ് ബിറ്റ് ഡെപ്ത് നോർമൽ കേസിൽ 16 ബിറ്റ് ആണ് ഉണ്ടാവുക. അത് മാറ്റി 8 ബിറ്റിലേക്ക് മാറ്റുക. റെസൊല്യൂഷൻ 240 മാറ്റി 300 സെറ്റ് ചെയ്യുക. ഇത് വൺ ടൈം സെറ്റിംഗ്സ് ആണ്, ഒറ്റ തവണ സെറ്റ് ചെയ്താൽ മതി. ക്ലോസ് ചെയ്യാം.
സെറ്റിംഗ്സ് അപ്ലൈ ആയിട്ടുണ്ടാവും, നോ വറീസ്. ഇമേജ് റൈറ്റ് ക്ലിക്ക്, എഡിറ്റ് ഇൻ ഫോട്ടോഷോപ്പ്, എഡിറ്റ് സ്കൈ റീപ്ലേസ്മെന്റ്. അപ്പോൾ നമുക്ക് സ്കൈയുടെ ഒരു ലെയർ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി ഇവിടെ ഒരു വീടിൻ്റെ ഒക്കെ ഒരു കുറച്ച് കുഞ്ഞു കുഞ്ഞു ഭാഗങ്ങളുണ്ട്, അതൊന്ന് ക്ലിയർ ചെയ്യാം. അതിനായിട്ട് ഒരു ബ്ലാങ്ക് ലെയർ ക്രിയേറ്റ് ചെയ്യുന്നു. റിമൂവർ ടൂൾ സെലക്ട് ചെയ്യുന്നു. പുതിയ റിമൂവർ ടൂൾ ജനറേറ്റീവ് ഫില്ലൊക്കെ ഉള്ള റിമൂവർ ടൂളാണ്. ഓൾ ചാനൽസ് ടിക്കാണ്. അതുപോലെ തന്നെ റിമൂവ് ആഫ്റ്റർ ഈച്ച് സ്ട്രോക്കും ഞാൻ അൺചെക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാര്യം ഓരോ സ്ട്രോക്കിന് ശേഷം എനിക്ക് ഇതിൻ്റെ റിസൾട്ട് ജനറേറ്റ് ചെയ്യേണ്ട, പകരം എല്ലാ സെലക്ഷനും കഴിഞ്ഞിട്ട് ഒരുമിച്ച് റിസൾട്ട് ജനറേറ്റ് ചെയ്താൽ മതി. അതുകൊണ്ടാണ്. ആൻഡ് ഇറ്റ് ഓക്കെ. അതിനെ ബേസ് ചെയ്ത് പ്രോസസ്സിങ് ചെയ്തിട്ടുണ്ട്. നല്ല റിസൾട്ട് തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് സ്കിൻ റീടച്ച് ചെയ്യണം. സ്കിൻ റീടച്ച് ചെയ്യാനായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് ഞാൻ തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള റീനസ് അക്കാഡമിയുടെ തന്നെ ഫ്രീക്വൻസി സെപ്പറേഷൻ AI ആക്ഷൻ ആണ്. ഫ്രീക്വൻസി സെപ്പറേഷൻ നോർമൽ ആക്ഷൻ ഉണ്ട്, അതല്ല, ഇത് ഒറ്റയടിക്ക് തന്നെ നമ്മുടെ സ്കിൻ ഫൈനറും അതുപോലെ തന്നെ പോർട്രേച്ചർ ഒക്കെ വർക്ക് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് റിസൾട്ട് കിട്ടും. അപ്പോൾ ഈ ഫ്രീക്വൻസി സെപ്പറേഷൻ ആക്ഷൻ, ഈ എൻറ്റയർ സെറ്റ് ആക്ഷൻ ആവശ്യമുള്ളവർക്ക് നമ്മുടെ വെബ്സൈറ്റിൽ നിന്ന് ഇത് പർച്ചേസ് ചെയ്യാം കേട്ടോ. പർച്ചേസ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഞാൻ റൺ ചെയ്തു. ആൻഡ് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഫ്രീക്വൻസി സെപ്പറേഷൻ പ്രോസസ്സാണ്. അതിൽ ഇമേജിനകത്തുള്ള ഡീറ്റെയിൽ കറക്റ്റ് ചെയ്യുന്നവരെ ഒരു റേഡിയസ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ. അടുത്തത് സർഫസ് ബ്ലർ ആണ്. നമുക്ക് എത്രത്തോളം ഇമേജിനകത്ത് സ്മൂത്ത്നെസ് വേണമോ അത് സെറ്റ് ചെയ്യാനുള്ള 2 ഓപ്ഷനാണ്. ഒന്ന് സർഫസ് ബ്ലർ. ഞാൻ ഇതിനകത്തുള്ള സെറ്റിങ്സിനെ ഒന്ന് കറക്റ്റ് ചെയ്ത് വെച്ചിട്ട് ഓക്കെ കൊടുക്കുന്നു. അടുത്ത സെറ്റിങ്സിനകത്ത് നമുക്കിതിൻ്റെ എമൗണ്ട് അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട്. സോ അത് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യും. നിങ്ങളുടെ ഇമേജിനനുസരിച്ച് നിങ്ങൾക്ക് ആ സോഫ്റ്റ്നെസ് എത്രത്തോളം വേണം അതൊക്കെ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം. ഓക്കെ, എന്നെ സംബന്ധിച്ചിടത്തോളം ഇത്രയും മതി. ഒരു 60 ഈസ് ഓക്കെ, 60, 65 ഓക്കെ, 67. ഇനി സ്കിൻ ഏരിയ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനാണിത്. ഇവിടെ കളർ റേഞ്ച് മാസ്ക് വെച്ചിട്ടാണ് ഞാൻ സ്കിൻ ഏരിയ സെലക്ട് ചെയ്യുന്നത്. AI വെച്ചിട്ട് തന്നെയാണ് ഇത് സെലക്ഷൻ ഒക്കെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ കറക്റ്റായിട്ട് സ്കിൻ ടോൺ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇൻ കേസ് ഓട്ടോമേറ്റഡ് സെലക്ഷൻ അകത്ത് സ്കിന്ന് സെലക്ട് ആയിട്ടില്ലെങ്കിൽ മാനുവലായിട്ട് ഇതിനകത്ത് നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഓക്കെ കൊടുക്കുന്നു. ബാക്ക്ഗ്രൗണ്ടിലേക്ക് സെലക്ഷൻ വന്നിട്ടുണ്ട്, നോ വറീസ്, അതല്ല AI കറക്റ്റ് ചെയ്തോളും. ഓക്കെ കൊടുക്കുക. അപ്പോൾ ഈ സോഫ്റ്റ്നെസ് നമ്മുടെ സ്കിന്നിൽ മാത്രമായിട്ട് അഡ്ജസ്റ്റ് ആയിട്ടുണ്ട്. ഇവിടെ ഹെയറിൻ്റെ കുറച്ച് ഭാഗത്തായിട്ടുണ്ടാവും. ഇത് കാണാനായിട്ട് ഓൾട്ട് പ്രസ് ചെയ്ത് നമ്മുടെ മാസ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എവിടെയൊക്കെയാണ് ഇത് അപ്ലൈ ആയിട്ടുള്ളത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇത് വേണ്ടാത്ത ഭാഗത്ത് നിന്ന് ബ്രഷ് ഉപയോഗിക്കുക. ബ്രഷ് ഉപയോഗിച്ച് ബ്ലാക്ക് കളർ ഉപയോഗിച്ച് ആ ഏരിയ ബ്രഷ് ചെയ്ത് ഒഴിവാക്കുക. ഇതിന്റെ സെപ്പറേറ്റ് വീഡിയോ, ഇത് പർച്ചേസ് ചെയ്യുന്നവർക്ക് അതിന്റെ വീഡിയോ കിട്ടുന്നതായിരിക്കും. ഇത് എങ്ങനെ ഉപയോഗിക്കുക എന്നുള്ളതിനെ കുറിച്ചൊക്കെയുള്ള വീഡിയോ ലഭിക്കുന്നതായിരിക്കും കേട്ടോ. എനിവേ, ഇപ്പോൾ ഇത് ഓക്കെ ആണ്. ഇതിനിടയ്ക്ക് ഒരു പ്രൊമോഷൻ പറഞ്ഞോട്ടെ. നമ്മുടെ വെബ്സൈറ്റിനകത്ത് എല്ലാ കോഴ്സുകൾക്കും ഫ്ലാറ്റ് 75% ഓഫറിൽ ഇപ്പം സെയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കാണുന്ന റേറ്റ് അല്ല. നിങ്ങൾക്ക് ഈ കോഴ്സാണ് വേണ്ടതെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്യുക. ആൻഡ് ബൈ പാക്കേജ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ, ഇയർ എൻഡ് സെയിൽ 2024 എന്ന് പറയുന്ന കൂപ്പൺ കോഡാണ് വേണ്ടത്. 75% ഓഫ് ഉണ്ട്. ബൈ നൗ കൊടുക്കുക, ബൈ പാക്കേജ് കൊടുക്കുക. ഈ കോഴ്സിനകത്ത് നിങ്ങൾക്ക് 5000 സേവ് കിട്ടിയേക്കാണ്. ആൻഡ് കണ്ടിന്യൂ കൊടുക്കുക. അപ്പോൾ ഈ കോഴ്സ് 7499 രൂപയുടെ കോഴ്സ് നിങ്ങൾക്ക് ഇപ്പോൾ 2499 രൂപയ്ക്ക് പർച്ചേസ് ചെയ്യാം. ഇതിൽ പവർ ഓഫ് കളേഴ്സും അതുപോലെ തന്നെ കളർ മാസ്റ്ററിങ്, കളർ ഗ്രേഡിങ്ങിൻ്റെ അഡ്വാൻസ് ആയിട്ടുള്ള കോഴ്സുകൾ ഇതിനകത്തുണ്ട്. ഇനി ഇത് ഇൻഡിവിജ്വൽ ആയിട്ട് പർച്ചേസ് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. കളർ മാസ്റ്ററി പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 1125 രൂപയ്ക്ക് പർച്ചേസ് ചെയ്യാം. പവർ ഓഫ് കളേഴ്സ് 1125 രൂപയ്ക്ക് പർച്ചേസ് ചെയ്യാം. ഇതിൽ കോഴ്സിനകത്തുള്ള കണ്ടന്റുകളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഈ കോഴ്സാണ് നമുക്ക് ഏറ്റവും കൂടുതൽ സെയിലായിട്ടുള്ള കോഴ്സ് എന്ന് പറയുന്നത്. ഇതിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ ചാപ്റ്ററും വ്യത്യസ്തമായിട്ട് ഇതിൽ കൊടുത്തിട്ടുണ്ട്. ലൈറ്റ് റൂം ഉണ്ട്, ബേസ്മെന്റ് ഓഫ് എഡിറ്റിംഗ്, ലൈറ്റ് റൂം, ഫോട്ടോഷോപ്പ്, കളർ ഗ്രേഡിങ്, കളർ തിയറി, റീടച്ചിങ്, ഡോഡ്ജിങ് ആൻഡ് ബേണിങ്, അതുപോലെ തന്നെ ഡോഡ്ജിങ് ആൻഡ് ബേണിങ് ചെയ്യാനുള്ള ആക്ഷന്, കളർ ഗ്രേഡിങ്, അതുപോലെ തന്നെ ഒരു വർക്ക് ഫ്ലോ എങ്ങനെ സെറ്റ് ചെയ്യുക തുടങ്ങി കംപ്ലീറ്റ് കോഴ്സ് ഉണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള ഇമേജസും ഇതിൻ്റെ കൂടെ തന്നെ ഈ കോഴ്സിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് കിട്ടും. ഇനി ഇതല്ലാതെയും നമ്മൾ വേറെയും കോഴ്സുകൾ നമ്മുടെ കോഴ്സിനകത്തുണ്ട്. ബിഗിനേഴ്സിനുള്ള സ്റ്റാർട്ട് ടു എൻഡ് ക്ലാസ് ഉണ്ട്, അതുപോലെ തന്നെ കളർ ഗ്രേഡിങ്ങിൻ്റെ. ഈ ക്ലാസ്സുകൾ ലൈവ് ക്ലാസ്സിൻ്റെ റെക്കോർഡഡ് വീഡിയോസ് ആണ്. പിന്നെ ഇതല്ലാതെ പ്രീസെറ്റുകളും ആക്ഷനൊക്കെ നമ്മുടെ വെബ്സൈറ്റിലെ പ്രീസെറ്റ് സെക്ഷനകത്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ്. നമ്മുടെ AI ആക്ഷൻ വരാൻ പോകുന്നതേ ഉള്ളൂ. ഈ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഇത് റിലീസ് ആയിട്ടില്ല. ഇത് കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഇത് റിലീസ് ആവുള്ളൂ. അതുപോലെ നമ്മുടെ അപ്കമിങ് ക്ലാസ് എന്ന് പറയുന്നത്
ഇൻ്റഗ്രേറ്റഡ് വെഡിങ് ആൽബം ഡിസൈനിങ് കോഴ്സാണ്. 10 ദിവസത്തെ ഓൺലൈൻ ലൈവ് ക്ലാസ് ആണ്. ഇതിൻ്റെ മോർ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇവിടെ കിട്ടും. ജനുവരി 1 ആരംഭിക്കുന്നത്. ജനുവരി 1 മുതൽ 13 വരെ ആയിരിക്കും ക്ലാസ്സുകൾ ഉണ്ടാവുക. 5000 രൂപയാണ് കോഴ്സ് ഫീ. ഇപ്പോൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 2999 രൂപയ്ക്ക് കോഴ്സ് പർച്ചേസ് ചെയ്യാം. കോഴ്സിൽ എന്തൊക്കെയാണ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത് തുടങ്ങിയിട്ടുള്ള വിവരങ്ങളെല്ലാം അവിടെ കാണാം. ഒരു ഫോട്ടോ ബുക്ക് ചെയ്യാൻ എന്തൊക്കെയാണ് അതിൻ്റെ പ്രിൻസിപ്പിൾസ്, അതിൻ്റെ എലമെൻസുകൾ വേണ്ടത് തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഫയൽ ഓർഗനൈസ് ചെയ്യുന്നത്, മാനേജ് ചെയ്യുന്നത്, ബേസിക് എഡിറ്റിംഗ് ചെയ്യുന്നത്, ലേഔട്ട് ചെയ്യുന്നത്, കളർ മാനേജ്മെന്റിനെ കുറിച്ച്, കളർ തിയറിനെ കുറിച്ച്, ടൈപ്പോഗ്രാഫിനെ കുറിച്ച്, അതുപോലെ തന്നെ പ്രൂഫ് റീഡിങ്ങിനെ കുറിച്ച്, റീടച്ചിങ് ആൻഡ് കളർ ഗ്രേഡിങ് തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ കോഴ്സിനകത്ത് ഇൻക്ലൂഡ് ചെയ്യിച്ചിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഈ കോഴ്സിനകത്ത് കിട്ടുക. ഫോട്ടോഷോപ്പ്, ലൈറ്റ് റൂം, ക്ലാസിക്, സ്മാർട്ട് ആൽബം തുടങ്ങിയിട്ടുള്ള സബ്ജക്റ്റുകളാണ് ഇതിനകത്ത് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഞായർ ഒഴികെ എല്ലാ ദിവസവും വൈകുന്നേരം 9 മണി മുതൽ 10 മണി വരെ ആയിരിക്കും 1 മണിക്കൂറാണ് ലൈവ് ക്ലാസ് ഉണ്ടാവുക. അതിനുശേഷം നമുക്ക് Q&A സെഷൻ ഉണ്ടായിരിക്കും. പിന്നെ ക്ലാസ് പഠിച്ചു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് കോഴ്സിൻ്റെ വീഡിയോ ഫ്രീ ആയിട്ട് കിട്ടും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ബാക്കപ്പ് സപ്പോർട്ടിന് വേണ്ടിയിട്ടുള്ള വാട്സപ്പ് ഗ്രൂപ്പ് സപ്പോർട്ടും ഉണ്ടായിരിക്കും. ഇത്രയാണ് ഈ കോഴ്സിൻ്റെ ഡീറ്റെയിൽസ്. അപ്പോൾ താല്പര്യമുള്ളവർ നിങ്ങൾക്ക് ആവശ്യമുള്ളത് പർച്ചേസ് ചെയ്യുക. റെക്കോർഡഡ് ക്ലാസ് വേണ്ടവർക്ക് ഇതിനകത്ത് നിന്ന് പർച്ചേസ് ചെയ്യാം. ഇപ്പോൾ 75% ഓഫ് ഉണ്ട്. ഡിസംബർ 31 വരെയാണ് ഈ ഓഫർ അവൈലബിൾ ആയിട്ടുണ്ടാവുക. പ്രീസെറ്റ് ആൻഡ് ആക്ഷൻസ് നിങ്ങൾക്ക് ഇതിനകത്ത് നിന്ന് പർച്ചേസ് ചെയ്യാം. ഇനി കുറേയധികം പ്രീസെറ്റുകളും അതുപോലെ തന്നെ LUTസും ഫോണ്ടുകളും ബാക്ക്ഡ്രോപ്സുകളും ഒക്കെ വരാനിരിക്കുന്നുണ്ട് ഈ സെഷനിൽ. ഇത് നമ്മുടെ വെബിനാർസ് ആണ്. മുമ്പ് നമ്മൾ ചെയ്തിട്ടുള്ള വെബിനാർസുകളെല്ലാം നിങ്ങൾക്ക് വെബിനാർ സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും, വാച്ച് ചെയ്യാൻ പറ്റും. മിക്ക വെബിനാർസും ഫ്രീ ഓഫ് കോസ്റ്റിലാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ബാക്ക് ടു വീഡിയോ. ഇനി അഡീഷണൽ ഡീറ്റെയിലിംഗ് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഞാൻ ഒരു എക്സ്ട്രാ ടെക്സ്ചർ എന്ന് പറയുന്ന ഒരു ലെയർ കൂടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ ബ്രഷ് ഉപയോഗിച്ച് പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് ഏരിയയിലാണോ കൂടുതൽ ഡീറ്റെയിൽ വേണ്ടത് അവിടെ കൂടുതൽ ഡീറ്റെയിൽ കിട്ടുന്നതായിരിക്കും. ഞാനിവിടെ ഹെയറിനകത്ത് എക്സ്ട്രാ ഡീറ്റെയിലിംഗ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഓർണമെൻറ്റ്സിന് എക്സ്ട്രാ ഡീറ്റെയിൽ ചെയ്യുന്നുണ്ട്. ആ ഓർണമെൻറ്റ്സ് ഒക്കെ അതിനകത്തുനിന്ന് ഇങ്ങോട്ട് വിസിബിൾ ആയിട്ട് വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ. അതുപോലെ ക്ലോത്ത്, ഈ വെഡ്ഡിംഗ് ഒക്കെ ചെയ്യുന്നവർക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ആക്ഷനും കൂടിയാണ് ഇത്. നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് ചെയ്യാം. സ്കിൻ ഫൈനറും പോർട്രേറ്ററൊക്കെ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ പേഴ്സണലൈസ്ഡ് ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല, ഷാർപ്നെസ് ഒന്നും അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. സോ അതെല്ലാം നമുക്ക് ഈ ആക്ഷനകത്ത് അവൈലബിൾ ആണ്. അഗെയിൻ ഓർണമെന്റ്സ്. നെക്സ്റ്റ് വൺ കളർ. ഇമേജിൽ നോക്കുക, പല സ്ഥലത്തും പല കളർ ഉണ്ട്. ഒരു കളർ നേരത്തെ നമ്മളിവിടെ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, എന്നാൽ പോലും അവിടെ ആ ഗ്രീൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ ബ്ലൂവിൻ്റെ പ്രസൻസ് കൂടുതലുണ്ട്. അപ്പോൾ അതെല്ലാം കറക്റ്റ് ചെയ്യാനായിട്ട് നമുക്കിവിടെ പെയിൻറ്റ് കളർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഇതിൽ ക്ലിക്ക് ചെയ്ത് നമുക്കിവിടെ ബ്രഷ് ചെയ്ത് കളർ കറക്റ്റ് ചെയ്യാം. ഇനി ഇമേജിനകത്ത് നിന്ന് തന്നെ സ്കിൻ കളർ ക്യാപ്ചർ ചെയ്യാൻ ഇതിൽ ഡബിൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ നിന്ന് ഇമേജിൽ നിന്നുള്ള കളർ നമുക്ക് പിക്ക് ചെയ്ത് കൊടുക്കാം. കുറച്ചൊരു സാച്ചുറേറ്റഡ് ആയിട്ടുള്ള കളർ എടുക്കുന്നതായിരിക്കും നല്ലത്. ഒരു മിഡ് ടോൺ ഏരിയയിൽ നിന്ന് കളർ പിക്ക് ചെയ്യാം. ഇമേജിലെ എല്ലാ ഏരിയക്കകത്തും ഒരേ കളർ, യൂണിഫോം കളർ മാച്ച് ചെയ്തെടുക്കാൻ വളരെ സിമ്പിളായിട്ട് ഇതുകൊണ്ട് സാധിക്കും. ഇനി കുറച്ചുകൂടെ പെർഫെക്റ്റ് ആയിട്ടുള്ള സെലക്ഷൻ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെലക്ഷൻ ടൂൾ ഉപയോഗിച്ച് ആ ഏരിയ മാത്രം സെലക്ട് ചെയ്തേക്കുക. അപ്പോൾ ഈ ഹാൻഡിൻ്റെ ഭാഗമാണ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടതെങ്കിൽ അവിടെ സെലക്ട് ചെയ്യുക. ബ്രഷ് സൈസ് നിങ്ങൾക്ക് ഈ സമയത്ത് എന്ത് വേണമെങ്കിലും വലുതാക്കുകയോ ചെറുതാക്കുകയോ ഒക്കെ ചെയ്യാം. അങ്ങനെ ചെയ്യുന്ന സമയത്തുള്ള അഡ്വാൻറ്റേജ് നിങ്ങൾക്ക് ഹേസിൽ ഫ്രീ ആയിട്ട് ബുദ്ധിമുട്ടില്ലാതെ തന്നെ, വേറെ ടെൻഷൻസ് ഒന്നും ഇല്ലാതെ നിങ്ങൾക്ക് ആ ഭാഗം ബ്രഷ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. നെക്സ്റ്റ് വേണ്ടത് ഐ കറക്ഷൻ ആണ്. സോ ഐ കറക്റ്റ് ചെയ്യാനായിട്ട് നമുക്കിവിടെ ഐ ആൻഡ് ടീത്ത് ആക്ഷൻ ഉണ്ട്. ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്യുന്നു. ഐ ആൻഡ് ടീത്ത് ആൻഡ് ബ്രഷ് തന്നെ ഉപയോഗിക്കുന്നു. ഇവിടെ ബ്രഷ് നമുക്ക് കുറച്ചും കൂടെ ഇൻക്രീസ് ചെയ്ത് ഉപയോഗിക്കാം. ഇതിനകത്ത് ഡീസാച്ചുറേഷൻ ഓപ്ഷൻ ഉണ്ട്. അത് ഉപയോഗിച്ച് കുറച്ചും കൂടെ സാച്ചുറേഷൻ കട്ട് ചെയ്യാം. അതുപോലെ തന്നെ ബ്രൈറ്റ്നെസ് ചെയ്യാനുള്ള ഒരു ലെയർ കൂടെ ഉണ്ട്. ഇപ്പോൾ ബ്രൈറ്റ്നെസ് നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാനുള്ള ഓപ്ഷൻ അതിനകത്ത് ഉണ്ട്. അപ്പോൾ അത് ഉപയോഗിച്ച് ഐ ടീത്ത് കറക്ഷൻ ചെയ്യാം. ചെയ്തത് അല്പം ഓവറാണ്, സോ അതൊന്ന് കറക്റ്റ് ചെയ്യും. ഇനി നമുക്ക് ഡോഡ്ജിങ് ആൻഡ് ബേണിംഗ് ആണ് ചെയ്യാനുള്ളത്. സോ അതിന് വേണ്ടിയിട്ട് ഇവിടെ നമുക്ക് ഡോഡ്ജ് ആൻഡ് ബേൺ ആക്ഷൻ ഉണ്ട്. കർവ് ആണ് ഞാൻ ഉപയോഗിക്കുന്നത്. സോ അത് റൺ ചെയ്യുന്നു. ഈ ഏരിയാസ് ഒക്കെ കറക്റ്റായിട്ട് സെലക്ട് ചെയ്യാനായിട്ട് ലുമിനോസിറ്റി മാസ്കിംഗ് ആക്ഷൻ ഉണ്ട്. സോ അതും ഞാൻ പ്ലേ ചെയ്യുന്നുണ്ട്, ലുമിനോസിറ്റി മാസ്കിംഗ് ആക്ഷൻ. ഇവിടെ വന്നു കഴിഞ്ഞാൽ ചാനലിനകത്ത് കുറേ ലെയേഴ്സ് ക്രിയേറ്റ് ആയിട്ട് കാണാൻ പറ്റും നിങ്ങൾക്ക്.
ലൈറ്റ് 1 മുതൽ ലൈറ്റ് 6 വരെ, ഡാർക്ക് 1 മുതൽ ഡാർക്ക് 6 വരെ, മിഡ് ടോൺ 1 മുതൽ മിഡ് ടോൺ 6 വരെയുള്ള ഏരിയാസ് സെലക്ട് ആയിട്ടുണ്ട്. ഇതിനകത്ത് ഏത് ഏരിയ ആണോ നിങ്ങൾക്ക് വേണ്ടത് അത് സെലക്ട് ചെയ്യാം. അപ്പോൾ എനിക്ക് സെലക്ട് ചെയ്യേണ്ടത് ഡാർക്ക് 2 ആണ്. ഡാർക്കാണ് വേണ്ടത്, ഡാർക്ക് ഏരിയ ആണ് സെലക്ട് ചെയ്യേണ്ടത്. ഡാർക്ക് 1, ഡാർക്ക് 2. അപ്പോൾ ഡാർക്ക് 1 വേണ്ട, ഡാർക്ക് 2 മതി. കൺട്രോൾ പ്രസ് ചെയ്ത് ഈ ഡാർക്ക് 2ൽ ക്ലിക്ക് ചെയ്യുന്നു. ആൻഡ് നമ്മൾ മാസ്ക് ഡോഡ്ജിങ് ആൻഡ് ബേണിങ്ങിൽ വന്ന് ഡോഡ്ജ് സെലക്ട് ചെയ്ത് ബ്രഷ് ടൂൾ എടുത്ത് ബ്രഷ് ആവശ്യത്തിനനുസരിച്ച് ഇൻക്രീസ് ചെയ്യുന്നു. ബ്രഷിൻ്റെ ഫ്ലോ നമുക്കൊരു 3 to 4 ഒക്കെ മതി. ബ്രഷ് സൈസ് ഹാർഡ്നെസ് 0 ആക്കാൻ മറക്കരുത്. ആൻഡ് നമുക്ക് അൺവാണ്ടഡ് ആയിട്ടുള്ള ഇതിലുള്ള ഏരിയയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇനി സ്റ്റെപ്പ് ഒന്ന് ഫാസ്റ്റ് ഫോർവേഡ് ചെയ്തിട്ട് ഈ മാർച്ചിങ് ഹാൻഡ് ഒഴിവാക്കാനായിട്ട് കൺട്രോൾ H പ്രസ് ചെയ്യും. ഓക്കെ, അപ്പൊ അത്യാവശ്യം ഡോഡ്ജിങ് ആൻഡ് ബേണിംഗ് എല്ലാം ചെയ്തിട്ടുണ്ട്. ഗ്ലോബൽ ഡോഡ്ജിങ് ആൻഡ് ബേണിങ്ങും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ എൻറ്റയർ ബിഫോർ. ഓക്കെ, ദിസ് ഇസ് ആഫ്റ്റർ. സോ ഇനി നമ്മൾ സേവ് കൊടുക്കുന്നു. അപ്പോൾ നമ്മളുടെ എഡിറ്റ്സ് എല്ലാം ലൈറ്റ് റൂമിലേക്ക് വന്നു. സോ റോ ഇമേജ്, എഡിറ്റഡ് ഇമേജ് ആൻഡ് റീടച്ച് ഇമേജ്. അപ്പോൾ ഇനി നമുക്ക് കളർ ഗ്രേഡിങ് ചെയ്യണം. സോ കളർ ഗ്രേഡിങ് ചെയ്യാനായിട്ട് അഗെയിൻ ലൈറ്റ് റൂം തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് എഡിറ്റ് ചെയ്ത് വന്ന ഫയൽ കണ്ടോ, PST ഫയലായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഒന്നേന്ന് വേണ്ട അഡ്ജസ്റ്റ്മെന്റ്സുകൾ ചെയ്ത് തുടങ്ങാം. ഞാൻ പെട്ടെന്ന് കളർ ഗ്രേഡ് ചെയ്യാൻ വേണ്ടി കാലിബ്രേഷൻ പാനൽ ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നു. ഫോളിയേജ് ഞാൻ ഏകദേശം അതുപോലെ തന്നെ കീപ്പ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഏരിയ സെലക്ട് ചെയ്യാനായിട്ട് റേഡിയൽ ഗ്രേഡിയൻ്റ് ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. റേഡിയൽ ഗ്രേഡിയൻറ്റ് പോയിന്റ് കളർ എടുത്ത് നമ്മൾ കളർ സെലക്ട് ചെയ്യുന്നു. luminosity shift down and saturation shift down, hue adjustment. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ബിഫോർ ആൻഡ് ദി ആഫ്റ്റർ. ഇനി എൻറ്റയർ ബിഫോർ ആൻഡ് ആഫ്റ്റർ കാണണ്ടേ. അപ്പോൾ ഇത് നമ്മുടെ ക്യാമറയിൽ നിന്ന് കിട്ടിയ ഔട്ട്പുട്ട്, ബേസിക് പ്രോസസ്സ്, അഡ്വാൻസ്ഡ് ലൈറ്റ് റൂം എഡിറ്റിംഗ് ആൻഡ് ഫൈനൽ ഔട്ട്പുട്ട്. ഓക്കെ, ഡിഫറൻസ് കണ്ടോ? യാ, അപ്പോൾ കണ്ടല്ലോ, ഇങ്ങനെയാണ് നമ്മളൊരു റോ ഇമേജ് ലൈറ്റ് റൂമിനകത്ത് പ്രോസസ്സ് ചെയ്യുന്നത് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഫോട്ടോഷോപ്പ്. ഫോട്ടോഷോപ്പിനകത്തേക്കുള്ള റൗണ്ട് ട്രിപ്പിംഗ് വർക്ക് ഫ്ലോ ഉൾപ്പെടെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിനകത്ത് പറഞ്ഞത്, ഇന്നത്തെ വീഡിയോക്കകത്ത് പറഞ്ഞത്. അപ്പോൾ ഇനി എന്തിനെ കുറിച്ചാണ് വീഡിയോസ് വേണ്ടതെന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. താങ്ക് യു സോ മച്ച്. സീ യു ഓൺ ദി നെക്സ്റ്റ് വീഡിയോ. ബൈ.